ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം റിജക്റ്റായി. ക്യാഷ്ലെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തു, അത് ഡിനേ ചെയ്തു. പിന്നീട് നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് കമ്പനിയിൽ ഡയറക്റ്റ് കൊടുത്തു, അതും അവർ റിജക്റ്റ് ചെയ്തു. ഇങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും ഒരു 3 സെറ്റ് കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം ഒറിജിനൽ നമ്മൾ കമ്പനിക്ക് കൊടുക്കാനായിട്ട്. ഇനി അവിടുന്ന് റിജക്റ്റായ ക്ലെയിം നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് എല്ലാ കമ്പനിയിലും ഗ്രീവൻസ് റിഡ്രസൽ സെൽ എന്ന് പറയുന്ന ഒരു സംവിധാനം IRDയുടെ റെഗുലേഷൻ പ്രകാരം ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം പരാതി കൊടുക്കണം. 15 ദിവസം സമയമാണ് അവർക്ക് കൊടുക്കേണ്ടത്. 15 ദിവസത്തിനകത്ത് ഒരു റിപ്ലൈ ചെയ്തില്ല, ഇല്ലെങ്കിൽ റിജക്ഷൻ തന്നെ അവർ പിന്നെയും തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഓംബുഡ്സ്മാനെ സമീപിക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കോപ്പിയിൽ, ക്ലിയർ ആയിട്ടുള്ള കോപ്പിയിൽ ഒരു സെറ്റ് കോപ്പി അവിടെ നമ്മൾ കൊടുക്കണം. അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല അടുക്കി ചിട്ടയോട് കൂടിയിട്ട് കൊടുക്കുക. കൂടാതെ അതിലൊരു കവറിംഗ് ലെറ്റർ വെക്കണം. നമുക്കുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യുകയും വേണം. നമ്മൾ കൈയക്ഷരത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ DTP എടുത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഓംബുഡ്സ്മാൻ്റെ അഡ്രസ്സ് ഇവിടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓംബുഡ്സ്മാൻ എപ്പോഴും കസ്റ്റമറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക. ഒരു തരത്തിലും കസ്റ്റമർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമാണ് അവിടെ നിന്നും റിജക്ഷൻ വരിക. ഇനി ഇങ്ങനെ ഓംബുഡ്സ്മാൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കമ്പനിയെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ റീഇംബേഴ്സ്മെൻറ്റ് എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.